നമസ്കാരം. എൻ്റെ പേര് ശശാങ്ക്. വിളവെടുപ്പ് മക്കാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട് യൂട്യൂബിൽ അല്ലേ? അതായത് സമരയുടെ ഷോയിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. അതിൽ കുറച്ച് മലയാളികളും തിളയ്ക്കുന്നുണ്ട്. ആ മലയാളി തിളയ്ക്കുന്നതിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അതിലൊരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടി മലയാളിയായിരുന്നു. അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ശീലമില്ല, വോട്ട് ചെയ്യാനായിരുന്നു ചോദിച്ചു. വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിലിരിക്കുന്ന പഞ്ചാബി പറഞ്ഞു, 100% ലിറ്ററസി സാർ, കേരള സാർ എന്ന് പറഞ്ഞു. അതൊരു കാര്യമാണ്. ട്രോൾ ചെയ്തതാണ്. അത് തമാശ ആക്കി തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷെ അതിൽ മലയാളിക്ക് ഇത്ര പൊള്ളണ്ടാളുള്ളത്. അരാഷ്ട്രീയവാദികളുണ്ടല്ലോ നാട്ടിലെന്താ, അരാഷ്ട്രീയവാദികൾ ഇല്ലേ? അതോ മലയാളികൾ രാഷ്ട്രീയവാദികൾ ആവാൻ പാടില്ല എന്നുണ്ടോ? അങ്ങനൊന്നും ഇല്ലല്ലോ. അതിലിത്ര പൊള്ളേണ്ട കാര്യമൊന്നുമില്ല. ആ ചങ്ങായിനെയും ആ മറ്റേ രൺവീർ അലവാദിനും ഇത്രയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രൺവീർ അലവാദി ചെയ്യാനുള്ള കാര്യം ചെയ്തു, അയാൾക്ക് കിട്ടാനുള്ള കിട്ടി, അയാൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ മറ്റേ പകുടീനും കൂടിയും എന്തിനാ അങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പാണ്ടികൾ, അതേപോലെ തന്നെ ഉത്തരേന്ത്യക്കാരെ ഹിന്ദി മലയാളം അറിയാത്തവർ, അല്ലെങ്കിൽ എന്താ പറയുക ഉരുളക്കിഴങ്ങുകാർ, അതേപോലെ തന്നെ എന്താ പറയുക ബംഗാളികളെ നമ്മൾ കളിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ പറയാത്തൊന്നുമല്ലല്ലോ. അതിനെ അത്രമാത്രം ചിന്തിക്കേണ്ട കാര്യമില്ലാന്ന്. നമ്മളിപ്പോൾ ലോക പോലീസോ അല്ലെങ്കിൽ ഇന്ത്യയിലെ പോലീസൊന്നും അല്ലല്ലോ മലയാളികൾ. അതിൽ കുറേ യൂട്യൂബർമാരും കുറേ സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടു ഞാൻ. അവന്മാർക്കുള്ള മറുപടിയാണിത്. നിങ്ങൾ ആരെ വിമർശിക്കാൻ? നിങ്ങൾ ആരെ വിമർശിക്കാൻ? നിങ്ങൾക്ക് ആരാ അധികം തന്നിക്കണ്? നിങ്ങൾക്ക് പറയാനുള്ളത്. അപ്പം ആ കുട്ടി പറഞ്ഞതിനുള്ള മറുപടി അവർ പറഞ്ഞു. അതിന് നിങ്ങൾക്ക് അയാളെ അങ്ങനെ തെറ്റി പറയാനോ അല്ലെങ്കിൽ അയാളെ പോയി പൊങ്കാലിടാനോ നിങ്ങൾക്ക് ആരാ അധികാരം തന്നു? നിങ്ങളാരാ? കേരളം ഇന്ത്യയിലാണല്ലോ, അല്ലാണ്ട് ഇന്ത്യ കേരളത്തിൽ നിന്നല്ലല്ലോ. അപ്പം പറഞ്ഞതിനുള്ള മറുപടിയിലേ കൊടുക്കണേ. അല്ലാണ്ട് കേരളത്തിൽ ഇപ്പോൾ എല്ലാവരും പൂത്തു പുലർന്ന് നിൽക്കുന്ന ആളുകളൊന്നും അല്ലല്ലോ. ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ആളുകളോ അല്ലെങ്കിൽ അല്ലാത്തവരോ അങ്ങനെ പൂത്തു പുലഞ്ഞ് നിൽക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ബുദ്ധിജീവികളൊന്നും അല്ലല്ലോ. വെറുതെ എന്തെങ്കിലും നിന്ന് വളവള പറഞ്ഞ് പൈസ ഉണ്ടാക്കാൻ പറ്റല്ലേ? അപ്പം അതിനുള്ള കൽപ്പ് വെച്ചാൽ മതി. അല്ലാണ്ട് വെറുതെ വേറൊരു ചങ്ങായി കണ്ടു. ആ ചങ്ങയുടെ പേരൊന്നും പറയാൻ പറ്റില്ല, അത് ഒരു കളവനാണ്. ആ ചങ്ങായിക്ക് വെറും ഇരട്ടയാണ്. അതൊക്കെ വെറും എന്താ പറയുക പാരസൈറ്റ്, അല്ലെങ്കിൽ വെറും ഇത്തിൽ കണ്ണിന്ന് പറയാം. ആ ചങ്ങായിക്കാണ് ഹിന്ദിയിലൊക്കെയാണ് അയാൾ പറയണത്. അനക്ക് എന്ത് ഹിന്ദിയുടെ കുന്തറിയണ് ഇത് ഹിന്ദിയിൽ പറയാൻ? ഓർക്ക് മനസ്സിലാവാത്ര ഹിന്ദിയിൽ പറയണ്. ആ സർദാർജി അയാളുടെ അപ്പോളജി പറഞ്ഞ അയാളുടെ മാന്യത, അത് നിങ്ങളെ കൊണ്ടൊന്നും പറ്റൂല. മനസ്സിലാവുണ്ടോ? ഒരാൾ പോയിട്ട് പറഞ്ഞതിന് അതിന് അണ്ടപ്പത് അത് സാക്ഷരത എന്ന് പറഞ്ഞിട്ടാണല്ലോ എല്ലാവരും തള്ളി കയറ്റണേ. എല്ലാവരും പുച്ഛിക്കണം അതിൻ്റെ പേരിലാണല്ലോ. അതുകൊണ്ട് തന്നെ തിരിച്ചും കിട്ടണത്. അപ്പം അത് അനുഭവിക്കണം, ഇടയ്ക്കൊക്കെ അനുഭവിക്കേണ്ടിയും വരും. നമുക്ക് സാക്ഷരത എന്ത് പറഞ്ഞിട്ട് നമ്മൾ ആളുകളൊക്കെ പുച്ഛിക്കണല്ലോ. പാണ്ടികൾ, കന്നഡക്കാർക്ക് എന്താ ബുദ്ധിയില്ല, വാശില്ല, അതേപോലെ ഹിന്ദിക്കാർക്ക് ഒരു വിവരമില്ല, അവർ ചാണകമാണ്. ഇതൊക്കെ പറയണത് നമ്മുടെ നാട്ടുകാർ തന്നെയാണല്ലോ. അപ്പം തിരിച്ച് കിട്ടുമ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ പാടില്ല. അതൊക്കെ ഇടയ്ക്ക് അനുഭവിക്കേണ്ടിയും വരും. അത് പറ്റാത്തവരുണ്ടെങ്കിൽ പറ്റില്ല എന്ന്. അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ വക സാധനങ്ങളൊക്കെ മൊഴിയാൻ. പറഞ്ഞത് പറഞ്ഞു, അതിനുള്ള ട്രോള് കിട്ടി. ആ ഷോൻ്റെ ഉള്ള അവർ പറഞ്ഞു. അതിന് എല്ലാവരും കൂടി ഇപ്പോൾ പൊങ്കാലിട്ട് നിങ്ങളെന്താ വിചാരിക്കും? നിങ്ങൾ മാത്രമാണ് ബുദ്ധിയുള്ളവർ ഇന്ത്യയിൽ, നിങ്ങൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ ഇൻറ്റലക്റ്റ് ഉള്ളവരെന്നോ? എന്താ നമുക്കൊന്നും അറിയില്ലേ? നമ്മളൊന്നും മലയാളികളല്ലേ? അത് നിങ്ങൾ മാത്രമാണോ മലയാളികൾ? അങ്ങനെ നിങ്ങൾ മാത്രമാണ് മലയാളി. നിങ്ങൾ പേരെടുപ്പ് എടുക്ക്, അട്ടിപ്പേറവകാശം എടുക്ക് നിങ്ങൾ. അതല്ലല്ലോ സീന്. എല്ലാവർക്കും ഉണ്ട് അവകാശം. ഒരു പറഞ്ഞുള്ള ഒരു മറുപടി കൊടുത്തു. ഒരു വോട്ടില്ല പറഞ്ഞു. ലിറ്ററസി ഉള്ള ഒരു വോട്ട് ചെയ്യോ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ട്രോൾ ചെയ്തു. വേണമെങ്കിൽ വോട്ട് ചെയ്താൽ അല്ലെങ്കിൽ വേണ്ടാന്ന്. അത് അവരുടെ അനുവാദമാണ്, അവർ ചെയ്യും. അതല്ല അതിന് മര്യാദ. അല്ലാണ്ട് അതിന് മേലെ വെറുതെ കിടന്ന് പേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ അഹങ്കാരം ആദ്യം നിർത്ത്. എല്ലാ നാട്ടിലും പോയി തെണ്ടി തിരിഞ്ഞിട്ടാണ് ജീവിക്കണേ. അതാദ്യം മനസ്സിലാക്കുക. അല്ലാണ്ട് വലിയ സ്വത്തും കാര്യങ്ങളും ഡോമിനേഷനും ഉള്ള ടീമൊന്നും അല്ല മലയാളികൾ. അതാദ്യം മനസ്സിലാക്കി. ഇന്ത്യയിലെ ഉള്ളിൽ തന്നെ ഒരുപാട് സംസ്ഥാനങ്ങൾ നമ്മൾ പലായനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറത്ത് തന്നെ നമ്മൾ ഒരുപാട് രാജ്യങ്ങൾ പലായനം ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ പൈസ കിട്ടിയതിൻ്റെ തളപ്പ് മാത്രമാണ് ഈ ഇരുന്ന് യൂട്യൂബിൽ ചിലക്കണ, പിന്നെ അടക്കം ഒരുപാട് ചിലക്കണ ആളുകളുടെ കാര്യം എന്ന് പറയുന്നത്. മാന്യമായ ഭാഷയിൽ മനസ്സിലാവുന്നുണ്ടോ? ഓരെണ്ണം കണ്ടു ഞാൻ. ഓരോ എന്ത് റോസ്റ്റൊക്കെ ഈ ചെയ്യുക? അനക്ക് എന്ത് ഹിന്ദി കുന്ത അറിയണം? എനക്ക് അറിയണ കാര്യം വല്ല ഉണ്ടെങ്കിൽ പറയുക, അല്ലാന്നുണ്ടെങ്കിൽ പൊത്തിടി ഇരിക്കുക. ഓള് പറഞ്ഞതിനുള്ള ഒരു മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അനക്കെന്താ പൊള്ളണ്? നിങ്ങളാരും ഒന്നും പറയാൻ പാടില്ലേ? നിങ്ങളെല്ലാവരും ഇരുന്ന് പറയണ്ടല്ലോ. കേരളത്തിൽ നിന്ന് എല്ലാ നാട്ടുകാരും ഇരുന്ന് പറയണ്ടല്ലോ. നിങ്ങൾക്ക് ആരാ അധികാരം നിൽക്കുന്നത്? നിങ്ങൾ ഏത് കുന്താണ് നിങ്ങൾ? അങ്ങനെ ചോദിച്ചാലോ? അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം മറുപടി പറയാൻ. ഇത് പറയാനാണ് ഈ വീഡിയോ ചെയ്യണത്.
ഇത് മനസ്സിലാക്കണം, മനസ്സിലാക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കണ്ട. ഓക്കെ, താങ്ക് യു.